മകയിരം, തിരുവാതിര, പുണർദം, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം വരുന്ന 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് മെയ് 22-ാം തീയതി വ്യാഴാഴ്ച ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കുന്ന ഒരു ദിവസമാണ്. ഇപ്പോൾ ചന്ദ്രൻ മകരം രാശിയിൽ നിന്ന് കുംഭത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ 9 നക്ഷത്രക്കാരായി വരുന്ന 3 രാശിക്കാരിലും ചന്ദ്രൻ്റെ സ്വാധീനം വളരെയധികമാണ്. അപ്പോൾ ഈ 3 രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും മെയ് 22 വ്യാഴാഴ്ച സംഭവിക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ചന്ദ്രൻ്റെ രാശിമാറ്റം സംഭവിച്ചിരിക്കുന്ന ഈ ഒരു സമയം ഈ 3 രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഏറ്റവും ഭാഗ്യം നിറഞ്ഞ ഒരു സമയമായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്രകാരം നോക്കുമ്പോൾ ഈ മെയ് മാസം 22-ാം തീയതി വ്യാഴാഴ്ച ചന്ദ്രൻ അനുഗ്രഹഭാവത്തിൽ വരുന്നത് കൊണ്ട് ജീവിതത്തിൽ ഗുണകരമായിട്ടുള്ള പല കാര്യങ്ങളും നേടിയെടുക്കുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ്. മിഥുനം രാശിക്കാരായിട്ടുള്ള ഈ 3 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളും ജീവിതത്തിൽ ചില പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയും ചില സങ്കടങ്ങളിലൂടെയും ഒക്കെ തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എന്നാൽ ഈ മെയ് മാസം 22-ാം തീയതി വ്യാഴാഴ്ചയോടെ മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങൾ വന്നു ചേരുമെന്നുള്ളതാണ് ഫലങ്ങൾ പ്രകാരം മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് വളരെയധികം സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെയും കടബാധ്യതകളിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ കഴിയുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ വരുമാന മേഖലയിലും കർമ്മ മേഖലയിലും വന്നു ചേരുന്ന സമയം കൂടിയാണ് ഇത്. അതുപോലെ തന്നെ മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ കുറച്ച് ദിവസങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചില ആഗ്രഹങ്ങളുണ്ട്. അത് ഒന്ന് നടന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ദിനം പ്രതി ആഗ്രഹിക്കാറുമുണ്ട്. ഇത്തരത്തിൽ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന ആഗ്രഹങ്ങളുടെ സഫലീകരണം നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്ന തരത്തിലാണ് ചന്ദ്രൻ്റെ അനുഗ്രഹഭാവം നിങ്ങളിലേക്ക് വന്നു നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ പുതിയതായി തുടക്കം കുറിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അതിനെല്ലാം തുടക്കം കുറിക്കുവാൻ ഏറ്റവും ശുഭകരമായ ഒരു ദിവസമാണ് മെയ് 22-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത്. ഇനി മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളോട് പ്രത്യേകം പറയുവാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ കടം കൊടുത്തിട്ട് ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ലാത്ത എന്തെങ്കിലും പണമോ സ്വർണമോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തിരിച്ചു ചോദിക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ് ഈ മെയ് മാസം 22-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത്. നിങ്ങൾ ചോദിക്കുമ്പോൾ അപ്രതീക്ഷിതമായി അങ്ങനെ ഒരു ധനവരവ് നിങ്ങളിലേക്ക് ഉണ്ടാവുകയും അതുകൊണ്ട് നിങ്ങൾക്ക് പരിഹാരം കാണേണ്ട വളരെ അത്യാവശ്യമായ ചില സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുവാൻ കഴിയുകയും ചെയ്യും എന്നുള്ളതും ഫലത്തിൽ കാണുന്നു. അതുപോലെ തന്നെ ഈ മെയ് 22 വ്യാഴാഴ്ച മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക്
കർമ്മ മേഖലയിൽ ഏറ്റവും മികച്ച ചില അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമായിരിക്കും. നിങ്ങളുടെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് അഭിനന്ദനങ്ങളും നിങ്ങളുടെ അധ്വാനത്തിനനുസരിച്ചുള്ള ചില പ്രതിഫലവും നിങ്ങളുടെ കൈകളിലേക്ക് എത്തുവാനുള്ള ഒരു യോഗം ഈ ഒരു ദിവസം നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. തുടർന്നും നിങ്ങളുടെ കഠിനാധ്വാനമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കർമ്മ മേഖലയിൽ ഒരു അപ്രതീക്ഷിതമായ ഉയർച്ച നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും തന്നെ ഏറ്റവും മികച്ച ആരോഗ്യസ്ഥിതിയും മനസമാധാനവും സന്തോഷവുമെല്ലാം നിലനിൽക്കുന്ന ഒരു ദിവസമായിരിക്കും മെയ് 22 വ്യാഴാഴ്ച എന്ന് പറയുന്നത്. അതിനാൽ തന്നെ മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിയിൽപ്പെടുന്ന ഇപ്പോൾ എത്രയധികം കഷ്ടതകളിലൂടെയും മാനസിക വിഷമതകളിലൂടെയും കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിലും നിങ്ങൾ ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യുക. ഭാഗ്യം നിങ്ങളിൽ നിലനിൽക്കുന്ന ഈ ഒരു സമയത്ത് പല കാര്യങ്ങളും പോസിറ്റീവായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. ഇനി രണ്ടാമതായി ചന്ദ്രൻ്റെ രാശിമാറ്റം സംഭവിച്ചിരിക്കുന്നതിൻ്റെ ഫലമായി മെയ് 22 വ്യാഴാഴ്ച ജീവിതത്തിൽ വളരെയധികം ശുഭകരമായ കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള ഭാഗ്യം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ്. വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകൾക്കും ദുരിതങ്ങൾക്കും സങ്കടങ്ങൾക്കുമെല്ലാം ശമനം വരികയും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും തന്നെ ഒരു പച്ചപ്പ് നിറഞ്ഞ അനുഭവം കാണുവാൻ കഴിയുകയും ചെയ്യുന്ന സമയമായിരിക്കും മെയ് 22 വ്യാഴാഴ്ചയോടെ നിലനിൽക്കുന്നത്. ജീവിതത്തിലെ പ്രശ്നങ്ങളെ കണ്ട് പകച്ചു നിന്നിരുന്ന പല വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ മെയ് 22 വ്യാഴാഴ്ചയോടെ വളരെയധികം ആത്മവിശ്വാസം വർദ്ധിക്കുകയും ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും ചെറുത്തുനിന്ന് തോൽപ്പിച്ച് ജീവിത വിജയം കൈവരിക്കണം എന്ന ചിന്ത നിങ്ങളിൽ ഉടലെടുക്കുകയും ചെയ്യും. അതിനാൽ തന്നെ വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ജീവിതത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളിൽ നിന്നും നിങ്ങളിലേക്ക് ഒരു നേട്ടം ഉണ്ടാകുന്ന സമയമായിരിക്കും ഇത്. എന്നാൽ നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതാനുഭവം എടുത്തു നോക്കുകയാണെങ്കിൽ കഷ്ടതകളും കണ്ണീരും ദുരിതങ്ങളും ഒഴിഞ്ഞിട്ട് ഒരു നേരമില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ നിങ്ങൾ ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ട് ചുവടുകൾ വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളിൽ ഭാഗ്യത്തിൻ്റെ തുണ നിലനിൽക്കുകയും സർവ്വ നേട്ടങ്ങളും ജീവിതത്തിൽ കൈവരികയും ചെയ്യും. ഇനി അതുപോലെ തന്നെ വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ നിങ്ങൾക്ക് ഇനി ലഭിക്കില്ല, നിങ്ങൾക്ക് നഷ്ടമായി എന്ന് കരുതിയിരുന്ന ചില സമ്പത്ത് നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരുന്ന തരത്തിലുള്ള മഹാഭാഗ്യവും മെയ് 22 വ്യാഴാഴ്ച നിങ്ങൾക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർ മരണപ്പെടുകയും അതിനാൽ തനിയെ ഈ ഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയ സാഹചര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ചില വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തികളുണ്ട്. ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊരു ജീവിതം എന്നുള്ള ചിന്തകൾ പലപ്പോഴും നിങ്ങളുടെ മനസ്സിൽ അലയടിക്കുന്നുണ്ട്. എന്നാൽ ഒരു കാരണവശാലും ഈശ്വരൻ തന്ന ജീവനെ നിങ്ങൾ ചോദ്യം ചെയ്യാതിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ദുരന്തങ്ങളെ വീണ്ടും വീണ്ടും ചിന്തിച്ച് മനസ്സ് വിഷമിക്കാതെ ഈശ്വരവിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ഓരോ ദിവസവും ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവുക. ആരുമില്ലാത്തവർക്ക് ഈശ്വരൻ എപ്പോഴും തുണയായി ഉണ്ടാകുമെന്നുള്ളത് നിങ്ങൾ മറക്കരുത്. അതോടൊപ്പം തന്നെ വൃശ്ചികം രാശിക്കാരുടെ ആരോഗ്യത്തിലും മാനസിക സ്ഥിതിയിലും വളരെയധികം പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയായിരിക്കും
ഈ മെയ് മാസം 22-ാം തീയതി വ്യാഴാഴ്ചയോടെ ഉണ്ടാകുന്നത്. ഇനി അവസാനമായി ഈ മെയ് 22-ാം തീയതി വ്യാഴാഴ്ച ചന്ദ്രൻ്റെ അനുഗ്രഹഭാവം കൊണ്ട് അതിവിശേഷമായ ഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ്. ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളെ പറ്റി പ്രത്യേകം എടുത്തു പറയുമ്പോൾ മൂലം നക്ഷത്രക്കാരെ പറ്റിയാണ് പറയേണ്ടത്. കാരണം മൂലം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ ഭൂരിഭാഗം സമയങ്ങളിലും പല വിധത്തിലുള്ള പ്രതിസന്ധികളും ദുഃഖങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തന്നെയാണ് അനുഭവിക്കേണ്ടി വരുന്നത്. എപ്പോഴും കാര്യതടസ്സങ്ങളാണ്. ചെയ്യണമെന്നാഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളിലേക്കും എത്തിപ്പെടാൻ കഴിയാത്ത അവസ്ഥ. അതുപോലെ തന്നെ മൂലം നക്ഷത്രക്കാർ അനുഭവിക്കുന്ന അത്ര തന്നെ ഇല്ലെങ്കിലും പൂരാടം, ഉത്രാടം വരുന്ന നക്ഷത്രക്കാരുടെ അവസ്ഥയും ഏറെക്കുറെ ഒന്നു തന്നെയാണ്. എന്നാൽ ഈ മെയ് 22 വ്യാഴാഴ്ച ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ചില സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാനുള്ള യോഗം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുടുംബത്തിൽ ചില സന്തോഷ വാർത്തകൾ കേൾക്കുവാനും നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരെ കാണുവാനുമുള്ള ഭാഗ്യവും ഈ ഒരു ദിവസം ധനുരാശിക്കാർക്കുണ്ട്. അതോടൊപ്പം തന്നെ ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ കരങ്ങളിലേക്ക് ചില സാമ്പത്തിക വരവുകൾ ഈ ഒരു ദിവസം വളരെ അപ്രതീക്ഷിതമായി ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് വസ്തു കച്ചവടവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ദിവസം ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു ലാഭം നിങ്ങളിലേക്ക് കൊണ്ടുവരും. അതോടൊപ്പം തന്നെ ഒരു ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് വളരെയധികം അലഞ്ഞിരുന്ന ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജോലിക്ക് വേണ്ടിയുള്ള ശ്രമം നടത്തുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസമാണ് ഇത്. അതോടൊപ്പം തന്നെ ധനുരാശിക്കാരായിട്ടുള്ള മക്കളുടെ ജീവിതത്തെപ്പറ്റി ചിന്തിച്ച് മനസ്സിൽ വളരെയധികം ആകുലപ്പെടുന്ന മാതാപിതാക്കളും ഈ ഒരു സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം മക്കളുടെ ജീവിതത്തിൽ ഭാഗ്യത്തിൻ്റെ തുണ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുവാൻ ആഗ്രഹിക്കുന്ന ധനുരാശിക്കാരിലേക്ക് എല്ലാ തടസ്സങ്ങളും നീങ്ങി വിദേശത്ത് പോകുവാനുള്ള മാർഗം ഒരുങ്ങി വരികയും അത് നിങ്ങളുടെ ഭവനത്തെ തന്നെ ഉയർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യുവാൻ പോകുന്ന സമയം കൂടിയാണ് ഇത്. അതോടൊപ്പം തന്നെ ആരോഗ്യപരമായും മാനസികപരമായും ഏറ്റവും അധികം മെച്ചപ്പെട്ട അവസ്ഥകൾ തന്നെയായിരിക്കും ധനുരാശിക്കാർക്ക് ചന്ദ്രൻ്റെ ഈ രാശിമാറ്റം കൊണ്ട് കൈവരുന്നത്. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ഈ 3 രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും മെയ് 22-ാം തീയതി വ്യാഴാഴ്ച ഏറ്റവും മികച്ച ഫലങ്ങളാണ് ജ്യോതിഷ ഫലപ്രകാരം നിലനിൽക്കുന്നത്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.